ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും നമസ്കാരം. നിങ്ങളേവരും കാത്തിരിക്കുന്ന നയനുടെയും ആദർശിൻ്റെയും നാളത്തെ വിശേഷത്തിലേക്ക് എല്ലാ കൂട്ടുകാർക്കും സ്വാഗതം. എല്ലാവർക്കും നല്ലൊരു ശുഭരാത്രി നേർന്നുകൊണ്ട് തന്നെ നമുക്ക് നാളത്തെ സൂപ്പർ ഹിറ്റ് വിശേഷത്തിലേക്ക് കടക്കാമേ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കരുത് കേട്ടോ. അപ്പം നാളെ തുടങ്ങുമ്പോൾ തന്നെ കാണിക്കുന്ന സീൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ അനി ചെന്ന് ഓരോ കാര്യങ്ങളൊക്കെ നവീനോട് പറയുകയാണ്. ഏതായാലും നവീൻ ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ്, നീ ഒരിക്കലും ആഗ്രഹിച്ചത് നിനക്ക് കിട്ടാൻ പോകുന്നില്ല. നീ അവൾ എൻ്റെ പെണ്ണാണ്, അവൾ എൻ്റെ മാത്രം പെണ്ണാണ്. ഞാനായിരിക്കും അവൾ വിവാഹം കഴിക്കാൻ പോവുക, ഇല്ലെങ്കിൽ അവൾ വേറെ ആരെയും സ്വീകരിക്കത്തില്ല. ഞാൻ തന്നെയായിരിക്കും അവളുടെ ചെറുക്കനെന്ന് ഇങ്ങനെ മനസ്സിൽ വിചാരിക്കുകയാണ് കേട്ടോ. അപ്പോൾ ഏതായാലും നമ്മുടെ അനി ചോദിക്കുന്നുണ്ട്, അല്ല നീ എന്താ മനസ്സിൽ എന്തോ നീ വിചാരിച്ച് നിൽക്കുകയാണല്ലോ എന്ന് ചോദിക്കുമ്പോഴത്തേക്കും, ഞാൻ ഇനി അനാമികനെ പോയി കാണുന്നതും അവരെ കൊണ്ടൊക്കെ പറഞ്ഞ് സമ്മതിപ്പിക്കുന്ന കാര്യങ്ങളൊക്കെ ഒന്ന് ചിന്തിക്കുകയായിരുന്നു. ഇത് ഇച്ചിരി റിസ്ക് ഉള്ള കേസല്ലേ, എങ്കിൽ നിനക്ക് വേണ്ടി ഞാൻ ഏറ്റെടുക്കുക അനി എന്ന് നവീൻ ചുമ്മാ പറയുകയാണ് കേട്ടോ. അപ്പം നവീൻ അങ്ങനെ പറയുന്നത് എന്താണെന്ന് ചോദിക്കുകയാണെങ്കിൽ വേറെ രീതിയിൽ നമ്മുടെ നവീന് പറയാൻ പറ്റില്ലല്ലോ. ഏതായാലും ഇത് കഴിഞ്ഞ് പിന്നെ കാണിക്കുന്ന സീനെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ മുത്തശ്ശനും ആദർശും നയനിയും ഒക്കെ സംസാരിക്കുന്നതാണ്. അപ്പം ഒരു ചെറിയൊരു പരിപാടി അനന്തപുരി തറവാട്ടിൽ വെച്ചിട്ടുണ്ട്. അപ്പം അതിന് പങ്കെടുക്കാൻ വേണ്ടി നമ്മുടെ ആദർശും നയനയും വീട്ടിൽ തിരിച്ചെത്തണം, അനന്തപുരിയിൽ എത്തണം എന്നാണ് പറയുന്നത്. അപ്പോഴത്തേക്കും ആദ്യം കേട്ടപ്പം അത് എത്രത്തോളം പോസിബിൾ ആകും എന്ന് നമ്മുടെ ആദർശ് ചോദിച്ചു. പെട്ടെന്ന് അങ്ങോട്ടേക്ക് കയറി വരുമ്പം അതിനിപ്പോൾ എന്താ, നീ വിജയിച്ചല്ലോ, വിജയിച്ചാൽ പിന്നെ കൊച്ചുമോനെ ഞാൻ വീട്ടിൽ കയറ്റുന്നതിന് എന്താ കുഴപ്പമിരിക്കുന്നത്? പിന്നെ ഞാൻ എന്താ ചെയ്തത്, ഞാൻ ഇത്രയും നാളും എന്തുകൊണ്ടാണ് നിന്നെ അകറ്റി നിർത്തിയതെന്നൊക്കെ അവിടെ ഉള്ളവർക്ക് പറഞ്ഞാൽ മനസ്സിലാവാവുന്നതല്ലേ ഉള്ളൂ. അല്ലെങ്കിലും ശരിയാകത്തില്ല, അവിടെ ഒരു ചെറിയ പട്ടാഭിഷേകം നടത്തണം. അത് അത്യാവശ്യമാണ്, ഇപ്പോൾ അത്രയ്ക്ക് അത്യാവശ്യമാണ്. പിന്നെ അറിയാമല്ലോ, വേറൊരു ഫംഗ്ഷനും കൂടെ ഉണ്ടല്ലോ, നമ്മുടെ അനിയുടെയും അതുപോലെ തന്നെ അവന്തികയുടെയും വിവാഹം. എങ്ങനെയെങ്കിലും അനിയെക്കൊണ്ട് നിങ്ങൾ പറഞ്ഞ് സമ്മതിപ്പിക്കണം. അവനിപ്പം വലിയ ഇൻട്രസ്റ്റ് ഒന്നുമില്ല, പക്ഷേ ആദർശ നീ പറഞ്ഞാൽ കേൾക്കും. നമ്മുടെ അനിയും അവന്തികയും തമ്മിലുള്ള വിവാഹം അത് നടത്തണം. അറിയാലോ, ഇപ്പം നമ്മുടെ അവന്തിക ഒരുപാട് മാറിപ്പോയിട്ടുണ്ട്. അനിയുമായിട്ടുള്ള വിവാഹബന്ധം അവൾ ഒരുപാട് ആഗ്രഹിക്കുന്നുണ്ട്, അനിയെ സ്വന്തമാക്കാനായിട്ട്. അപ്പോൾ പിന്നെ അത് തന്നെയല്ലേ വേണ്ടത്, ചെയ്തു കൊടുക്കേണ്ടത്. നാഗേന്ദ്രൻ എത്ര ദുഷ്ടനായിക്കോട്ടെ, അതുപോലെ തന്നെ ജലജ എത്ര ദുഷ്ടത്തി ആയിക്കോട്ടെ, ആങ്ങളെ എത്ര ദുഷ്ടനായിക്കോട്ടെ, പക്ഷെ അവൾ നല്ലൊരു പെങ്കൊച്ചാണ്. അവൾ ഇപ്പോൾ അയർലൻഡിലൊക്കെ പോയിട്ട് വന്ന് അവൾ നല്ല രീതിയിൽ തന്നെ കാര്യങ്ങളൊക്കെ ചെയ്ത് കൈകാര്യം ചെയ്ത് പോകുന്നുണ്ട്. അപ്പോൾ എന്തുകൊണ്ടും പുറത്തു നിന്നൊരു വിവാഹബന്ധം ആലോചിക്കുന്നതിൽ നല്ലത് നമുക്ക് ഈ ഒരു വിവാഹബന്ധം തന്നെയാണെന്ന് പറയാം. അപ്പോഴത്തേക്കും ആദർശ് പറയുന്നുണ്ട്, അല്ല അവന് ഇഷ്ടമല്ലെങ്കിൽ മുത്തശ്ശ നമ്മൾ നിർബന്ധിക്കേണ്ട കാര്യമുണ്ടോ? അവന് ഇഷ്ടമല്ലെങ്കിൽ നമ്മൾ നിർബന്ധിച്ച് ഒരു വിവാഹം നടത്തി കഴിഞ്ഞാൽ ആദ്യത്തെ കാര്യം അറിയാലോ, ആദ്യം ഇങ്ങനെ ആയിപ്പോയി. ഇനിയിപ്പം എന്തു ചെയ്യും? വീണ്ടും ഈ വിവാഹബന്ധം തകർന്ന് പോയി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവൻ പിന്നെ ജീവിച്ചിരിക്കുന്നു തോന്നുന്നില്ല എനിക്ക്. അതുപോലെയാണ് അവൻ്റെ അവസ്ഥ എന്ന് പറയുമ്പം എന്തൊക്കെ പറഞ്ഞാലും നമ്മൾ തീരുമാനിച്ചതിൽ, അതായത് ഞാൻ തീരുമാനിച്ചതിൽ ഒരു മാറ്റം ഉണ്ടാവില്ല. ഞാനാണ് അവന്തികയ്ക്ക് വാക്ക് കൊടുത്തത്. പുറത്തുനിന്നൊരു വിവാഹം ആലോചിച്ചിട്ട് എന്തായി പോയില്ലേ, ജീവിതം പോയില്ലേ. അപ്പോൾ ഇനിയിപ്പം നമുക്ക് പുറത്തുനിന്ന് എന്തിനാ വിവാഹബന്ധം ആലോചിക്കുന്നത്? ഏതായാലും ഈ ഒരു വിവാഹം കൂടെ അല്ലേ ഉള്ളൂ നമ്മുടെ കുടുംബത്തിൽ നടക്കാനായിട്ട്. അല്ലെങ്കിൽ ഇനിയിപ്പോൾ കൊച്ചുമക്കളൊക്കെ വളർന്ന് വലുതാകണ്ടേ. അപ്പോൾ അതുകൊണ്ട് അകത്തുനിന്ന് തന്നെ നമ്മുടെ അവന്തികേനെ തന്നെ ആണ് അവന് പറ്റിയ പെണ്ണ്, അത് മതി, ഞാൻ തീരുമാനിച്ചതാണ്, അതിനൊരു മാറ്റവുമില്ല. നിങ്ങൾ രണ്ടുപേരും കൂടെ പറഞ്ഞു, നയനെ നീ പറഞ്ഞാൽ അവന് മനസ്സിലാവും, നയനെ നീയും കൂടെ പറഞ്ഞു വേണം അവനെ മാറ്റിയെടുക്കാൻ എന്നൊക്കെ പറഞ്ഞു. ഓക്കെ ആയിക്കോട്ടെ എന്ന് നമ്മുടെ നയന പറഞ്ഞു, ഞാൻ പരമാവധി പറഞ്ഞു നോക്കാം, എനിക്കറിയില്ല, ഞാൻ പറഞ്ഞു നോക്കാമെന്ന് പറയുമ്പോൾ, അല്ല ഏതായാലും കനകയ്ക്കും ഗോവിന്ദനും അവരുടെ മകളെ ഇങ്ങോട്ടേക്ക് വിടാൻ താല്പര്യമില്ലല്ലോ, അതിനുള്ള താല്പര്യമൊന്നുമില്ല. അപ്പോൾ പിന്നെ ഇനിയിപ്പോൾ വെറുതെ എന്തിനാണ് അനി ഇങ്ങനെ കാത്തിരിക്കേണ്ടത്? അതിൻ്റെ ആവശ്യമില്ലല്ലോ. അവൻ വിവാഹം കഴിക്കട്ടെ, അവരും ഒരു കുടുംബമാകട്ടെ എന്നൊക്കെ പറഞ്ഞ് മുത്തച്ഛൻ അവിടെ നിന്ന് പോയി. ആകെപ്പാടെ പ്രതിസന്ധിയിലാണ് കേട്ടോ. നമ്മുടെ നയന പറഞ്ഞു, എന്ത് ചെയ്യും ആദർശേട്ടാ, നമ്മളൊക്കെ പറഞ്ഞു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവന് മനസ്സിലാവില്ല, അവൻ അങ്ങനെയാണ്, അവന് മനസ്സിലാവില്ലല്ലോ. അപ്പോൾ നമ്മൾ എന്താ ഇതിനൊരു വഴി കണ്ടെത്തുക, എന്താ ചെയ്യുക, ഇതിനെന്തെങ്കിലും ഒരു മാർഗം കണ്ടെത്തണ്ടേ എന്ന് പറയുമ്പോഴത്തേക്ക് വേറൊരു മാർഗവും ഇല്ല, അവനെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കാൻ നോക്കാം, അല്ലാതെ ഇപ്പോൾ എന്ത് ചെയ്യാനാ. ചിലപ്പം പതിയെ അവൻ സെറ്റാവുമായിരിക്കും. ഈ പറയുന്ന നന്ദുവിനെ വിവാഹം കഴിക്കുക എന്നുള്ളതും അതും ഇപ്പം പോസിബിളായ കാര്യമല്ലല്ലോ. അപ്പോൾ പിന്നെ അതിനെക്കുറിച്ച് പറയേണ്ട ആവശ്യമില്ലല്ലോ. നമുക്ക് ഏതായാലും അവനൊന്ന് ഉപദേശിക്കാമെന്ന് പറയുമ്പം ഉപദേശിക്കാമെന്നല്ലേ നമുക്ക് പറയാൻ പറ്റത്തുള്ളൂ, വേറൊന്നും പറയാൻ പറ്റത്തില്ലല്ലോ എന്ന് പറയുമ്പോഴത്തേക്കും ഏതായാലും നമുക്ക് വരുന്നത് വഴിക്ക് വെച്ച് കാണാം. അവൻ്റെ മനസ്സിൽ ഇപ്പോഴും നന്ദു ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നതെന്ന് പറയുമ്പോഴത്തേക്കും നയന പറയുന്നുണ്ട്, അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല, ആ വിവാഹം ഒരിക്കലും നടക്കില്ല ആദർശേട്ടാ, അതുകൊണ്ട് അതിനെക്കുറിച്ച് ഇനി നമുക്ക് ചർച്ച ചെയ്യേണ്ടെന്ന് പറയാം. കാരണം നന്ദുവിനെയും കൂടി ഇനി അനന്തപുരി തറവാട്ടിലേക്ക് കൊണ്ടുവന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ശരിയാവില്ല. എല്ലാവരും പറയുന്ന പോലെ, ഈ പറയുന്ന നമ്മുടെ ജാനകി സഹിതം പറയുന്നത് പോലെ സത്യമാകും. എൻ്റെ അമ്മ
പണത്തിന് വേണ്ടിയാണ് മക്കളെ എല്ലാവരെയും അനന്തപുരി തറവാട്ടിലേക്ക് പറഞ്ഞയച്ചത് എന്ന് വരും. അപ്പോൾ അത് വലിയ പ്രശ്നമാകും. അത് വലിയ പ്രശ്നമാകുന്നത് കൊണ്ട് തന്നെ എന്താണ്, അതുകൊണ്ട് ഞാൻ ഒരിക്കലും നിർബന്ധിക്കില്ല, ഒരിക്കലും ആ വിവാഹത്തിന് ഞാനും സമ്മതിക്കില്ല എന്ന് തന്നെയാണ് നമ്മുടെ നയനയും പറയുന്നത്. അപ്പോൾ ഇതേ സമയം തലയ്ക്ക് ഭ്രാന്ത് പിടിച്ച് ജലജയും അഭിയും ഒക്കെ നടക്കുകയാണ്. ഇനിയിപ്പോൾ എന്ത് ചെയ്യും, വല്ലാത്തൊരു മാനസികാവസ്ഥയിലാണ്. അപ്പം ജലജയും അറിയാൻ പോവുകയാണ് നമ്മുടെ നാഗേന്ദ്രനാണ് ഇതിൻ്റെ എല്ലാത്തിനും പിന്നിൽ, നാഗേന്ദ്രൻ വന്നിട്ടുണ്ട് എന്ന്. ജലജയും നാഗേന്ദ്രനും കീരിയും പാമ്പും പോലെയാണ്. കെട്ടിയവനും കെട്ടിയോളും എന്ന് പറഞ്ഞിട്ട് കാര്യമില്ല, രണ്ടുപേരും ഭയങ്കര വഴക്കാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മുടെ അഭിയോടൊരു ചെറിയൊരു വിരോധം ജലജയ്ക്ക് വരും, സ്വാഭാവികം. കാരണം അഭിയും നമ്മുടെ നാഗേന്ദ്രൻ്റെ വശത്തായിരുന്നല്ലോ. എന്നിട്ട് ജലജയോട് ഇതൊന്നും പറഞ്ഞില്ല. അപ്പം ആ ഒരു ഇതിൻ്റെ പേരിൽ നല്ലൊരു വഴക്ക് തന്നെ ഉണ്ടാകും, അത് ഉറപ്പായ കാര്യമാണ്. ഏതായാലും അഭി മറ്റേ എന്തോ പോയ അണ്ണാനെ പോലെ ഇങ്ങനെ നടക്കുമ്പോഴത്തേക്കും നവ്യയ്ക്ക് ഭയങ്കര സന്തോഷമാണ് കേട്ടോ. നവ്യയുടെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റത്തില്ലല്ലോ, നവ്യയ്ക്കത് മുഖത്ത് കാണിക്കാനും പറ്റത്തില്ല. നവ്യ ആണെങ്കിൽ ഇനി എന്ത് ചെയ്യും, അഭി എന്ത് ചെയ്യാനാ, ഇനി എല്ലാം പോയില്ലേ, ഇത്രയും കെട്ടി ഉയർത്തിക്കൊണ്ട് വന്നതല്ലായിരുന്നു എന്ന് പറഞ്ഞപ്പോഴത്തേക്കും അവൾ ഒറ്റ ഒരുത്തി കാരണം, ആ മാളവിക, അല്ലെങ്കിലും അവളെ എനിക്ക് സംശയം ഉണ്ടായിരുന്നു, അവളാ ഇതിനെല്ലാത്തിനും കാരണക്കാരി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കരമായിട്ടും നവ്യയോട് പറയുമ്പോഴത്തേക്കും നവ്യ പറയുന്നുണ്ട്, സാരമില്ല അഭി, നമുക്ക് ശരിയാക്കി എടുക്കാം, പോട്ടെ, സാരമില്ല. അല്ലെങ്കിലും എനിക്കറിയാം എന്നെ തോപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എൻ്റെ വീട്ടുകാർ ഇതൊക്കെ ചെയ്യുന്നത്. അവളുണ്ടല്ലോ ആ നന്ദു, എൻ്റെ അനീത്തിയാന്ന് പറഞ്ഞുകൊണ്ട് നടക്കുന്നവൾ, അവളും ഇതൊക്കെ ചെയ്യുന്നത് എന്തിനാണെന്ന് എനിക്ക് നന്നായിട്ട് അറിയാം, എന്നെ തോപ്പിക്കാൻ വേണ്ടി തന്നെയാണ് എന്നൊക്കെ പറയണം. അപ്പോൾ ഇതൊക്കെ കേട്ടപ്പോഴത്തേക്കും നമ്മുടെ അഭിക്ക് അവിടെയൊന്നും അല്ല മൈൻഡ്, മാളവികയിലാണ്. എന്നാലും അവളെ പറ്റിച്ച് കളഞ്ഞല്ലോ, ബാക്കി സത്യങ്ങളൊക്കെ എല്ലാവരും അറിഞ്ഞല്ലോ. അപ്പോൾ അതിൻ്റെ ആ ഒരു വിഷമത്തിലാണുള്ളത്. ഇതേ സമയം നമ്മുടെ അനന്തമൂർത്തി നേരെ ചെല്ലുകയാണ് നാഗേന്ദ്രൻ്റെ അടുത്തേക്ക്. അങ്ങനെ വെറുതെ വിട്ടാൽ ശരിയാവത്തില്ലല്ലോ നാഗേന്ദ്രനെ. ഏതായാലും നാഗേന്ദ്രനാണ് ഇത്രയും എല്ലാ പ്രശ്നങ്ങളും ഉണ്ടാക്കിയതും, ഇതിന് പിന്നിൽ നാഗേന്ദ്രനാണ് എന്നൊക്കെ അറിയാം. അപ്പോൾ അതുകൊണ്ട് നേരെ നാഗേന്ദ്രൻ്റെ അടുത്ത് ചെല്ലുകയാണ്. ഏതായാലും നാഗേന്ദ്രൻ്റെ അടുത്തേക്ക് ചെന്നു നമ്മുടെ മൂർത്തി ചെന്നതും കയറി വാ എന്ന് പറഞ്ഞുകൊണ്ട് നാഗേന്ദ്രൻ ഇങ്ങനെ സ്വീകരിക്കുകയാണ്. അപ്പോഴത്തേക്കും നിൻ്റെ സ്വീകരണം സ്വീകരിക്കാനല്ല, നിൻ്റെ ക്ഷണം സ്വീകരിച്ച് ഞാൻ വന്നതല്ല, ഞാൻ വന്നത് നിന്നോട് നല്ല 2 വർത്താനം പറയാൻ വേണ്ടി. നീ എന്താടാ വിചാരിച്ചതെന്ന് ചോദിച്ചപ്പോഴത്തേക്കും അത് പിന്നെ മൂർത്തി സാറേ, മൂർത്തി സാറെന്നല്ല, അത് പിന്നെ മുത്തശ്ശനല്ല, സോറി, അച്ഛ എന്ന് വിളിച്ചപ്പോഴത്തേക്കും അച്ഛനോ, ആരുടെ അച്ഛൻ, നീ ഇനി അങ്ങനെ വിളിച്ചു പോകരുത്, പകയും വിദ്വേഷം കൊണ്ട് നീ നടക്കുകയായിരുന്നല്ലേ, നീ ചെയ്ത തെറ്റിനാടാ ഞാൻ നിന്നെ ശിക്ഷിച്ചതും അനന്തപുരി തറവാട്ടിൽ നിന്നും പുറത്താക്കിയതും. എന്നിട്ട് നീ പകയും വൈരാഗ്യവും എൻ്റെ കൊച്ചുമക്കളുടെ അടുത്ത് തീർക്കാൻ നിനക്ക് നാണമില്ലടാ, നിനക്ക് നേരെ കളിക്കുക. അനന്തമൂർത്തിയുടെ നേരെ, പുറകിൽ നിന്നല്ല, നേരെ കളിക്കടാ നീ. പുറകിൽ നിന്ന് കുത്തിയിട്ട് പോലും അത് ഏച്ചിട്ടില്ല ഇതുവരെ അനന്തമൂർത്തിക്ക്. പിന്നെയാ അവൻ ഉണ്ടാക്കാൻ വരുന്നത്. ഇനി എൻ്റെ മക്കളുടെയോ കൊച്ചുമക്കളുടെയോ വെട്ടത്ത് വന്നു കഴിഞ്ഞാൽ നിൻ്റെ ഈ തല കാണത്തില്ല. ഇത് ഞാൻ അവസാനമായിട്ട് പറയുന്ന വാക്കാണ്. ഇനി എൻ്റെ കൺമുമ്പിൽ വന്നു പോകരുതെന്ന് പറഞ്ഞ് നെഞ്ചാങ്കൂട്ടിനിട്ട് നോക്കി തന്നെ ഒരൊറ്റ ചവിട്ട് കൊടുക്കുന്നുണ്ട്. നമ്മുടെ മൂർത്തിക്ക് അത്യാവശ്യം വയസ്സൊക്കെ ആയെങ്കിലും നല്ല ആരോഗ്യമുള്ളൊരു മനുഷ്യനാണല്ലോ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഒറ്റ ചവിട്ടിന് നമ്മുടെ നാഗേന്ദ്രൻ താഴെ കിടക്കുകയാണ്. ഏതായാലും നാഗേന്ദ്രൻ്റെ പടവും ഒക്കെ ഇളകിയിട്ടുണ്ട്. അപ്പം നാളത്തെ വിശേഷം എന്ന് പറഞ്ഞാൽ ഇതൊക്കെയാണ് കേട്ടോ. അപ്പം ഞാൻ ചെറിയ രീതിയിലൊരു പ്രമോയായിട്ടാണ് വന്നിരിക്കുന്നത്. നാളത്തെ ഫുൾ വിശേഷവുമായിട്ട് രാവിലെ തന്നെ ഞാൻ എത്താം കേട്ടോ. ഇന്നും രാവിലെ ഒരു 8:30-9 മണിയോടുകൂടി നമ്മൾ വിശേഷം ഇടാറുണ്ട്. അപ്പോൾ എല്ലാവരും കാണണം. നയനയുടെയും ആദർശിൻ്റെയും വിശേഷവും രേവതിയുടെയും സച്ചിയുടെയും വിശേഷമാണ് നമ്മൾ ഇതിലിടുന്നത് കേട്ടോ. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. തീർച്ചയായിട്ടും നമ്മുടെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, അതുപോലെ തന്നെ ഒരു ഹൈപ്പും കൂടെ ചെയ്യുക. പിന്നെ എന്തെങ്കിലും സജഷൻസ് ഉണ്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക കേട്ടോ. അപ്പം വീണ്ടും തുടർന്ന് നിങ്ങൾക്ക് പ്രമോ വിശേഷവും ഫുൾ വിശേഷവും ഒക്കെ കേൾക്കണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബും കൂടെ ചെയ്ത് വെച്ചോളൂ. അപ്പം നെക്സ്റ്റ് വീഡിയോ ആയിട്ട് കാണാം. എല്ലാവർക്കും ടാറ്റാ, ബൈ ബൈ. ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ.